വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് ആൾക്കാര് നമുക്ക് പുറത്തുള്ള ഇന്ത്യയിൽ നിന്ന് പുറത്തുള്ള കൺട്രിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സ്റ്റുഡന്റ് ആയിട്ടും വർക്ക് വിസയിലും ഒക്കെ പോകുന്നുണ്ട്. ഒരുപാട് പേര് സ്റ്റുഡന്റ് എങ്ങനെയാണ് പുറത്ത് പഠിക്കാൻ പോവുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. എന്നോടും പേഴ്സണലി കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്വീഡനിലോട്ട് പഠിക്കാനായിട്ട് വരിക എന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തുവിടാന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് എത്തുന്നത്. അപ്പൊ എന്റെ കൂടെ കാർത്തിക്കും കൂടെ ഉണ്ട്. കാർത്തിക് ഇവിടുത്തെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കേട്ടറിഞ്ഞ് പറയുന്നതിലും നല്ലത് ഞാൻ ലൈവായിട്ട് ഒരു സ്റ്റുഡന്റ് തന്നെ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് കാർത്തിക്കിന്റെ ഹെൽപ്പ് ഞാൻ ചോദിച്ചത്. അപ്പൊ കാർത്തിക് ഇവിടെ KTH യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് കാർത്തികിനെ കുറിച്ചൊന്ന് പറഞ്ഞോളൂ. ഹലോ ഗൈസ്, സോ എന്റെ പേര് കാർത്തിക്. ഞാന് ബാച്ചിലേഴ്സ് നാട്ടിലാണ് ചെയ്തത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് 2 years വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാണ്. മാസ്റ്റേഴ്സ് ഇൻ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്. നേരത്തെ പറഞ്ഞ പോലെ KTH ലാണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്ക്ഹോമിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എനിക്കുള്ളത്, എന്തുകൊണ്ടാണ് കാർത്തിക് സ്വീഡൻ എന്നുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യാൻ കാരണം? ഓക്കെ, ഇപ്പൊ എന്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ള ഒരു ഐഡിയ പറയാം. ഇപ്പം ഞാന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു 2 കൊല്ലം. അപ്പൊ അത് കഴിഞ്ഞിട്ട് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് തോന്നി. അതും എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു, എനിക്ക് എയറോസ്പേസിൽ തന്നെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഞാൻ യൂറോപ്പില് എയറോസ്പേസ് ഉള്ള കൺട്രീസ് ആദ്യം നോക്കി. എനിക്കൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, അങ്ങനെ കുറെ യൂണിവേഴ്സിറ്റീസ്. അവിടെയാണ് ഈ എയറോസ്പേസ് എന്നുള്ള സാധനം ഉള്ളത്. അപ്പോ അങ്ങനെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്തൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഈ ലാംഗ്വേജ് ബാരിയർ കുറവുള്ള രാജ്യം ഏതാന്ന് നോക്കണമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം ബാക്കി എല്ലാ രാജ്യത്തും ലാംഗ്വേജ് ബാരിയർ ഒരു ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഫസ്റ്റ് ജോലി ഇപ്പൊ ഞാൻ ജർമ്മനിയിലാണെങ്കിൽ കിട്ടണമെങ്കിൽ എനിക്ക് ജർമ്മൻ ഒരു പ്രൊഫഷൻസി വരെ അറിയണം. പക്ഷെ സ്വീഡന്റെ കാര്യം പറയുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ജോബ് നിങ്ങളിപ്പം മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് കയറാനാണെങ്കിൽ ഇംഗ്ലീഷ് കൊണ്ട് തന്നെ പറ്റും. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് പ്രീവിയസ് സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാൻ സ്വീഡൻ പ്രിഫർ ചെയ്യാൻ ഒരു മേജർ റീസൺ. സോ ഞാൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി കാരണമാണ് ഞാൻ സ്വീഡനിലേക്ക് വന്നത്. ആൻഡ് സ്വീഡന്റെ സെക്കൻഡ്ലി ഈ ലാംഗ്വേജ് ബാരിയർ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ സ്വീഡൻ സെലക്ട് ചെയ്തത്. അപ്പോ സ്വീഡനിൽ വന്നാൽ സ്വീഡനിൽ ലാംഗ്വേജ് ബാരിയർ ഇല്ലാന്നാണോ? അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ജോബ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കാം. പക്ഷെ ഇപ്പോ സെക്കൻഡ് ജോബ് അല്ലെങ്കിൽ നിങ്ങളിപ്പോ രണ്ടാമത്തെ ജോലിക്ക് പോവാൻ നോക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു ജോലി കയറി അത് കഴിഞ്ഞ് അടുത്ത ജോലി നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ലാംഗ്വേജ് അറിയണം. അപ്പോ അതെ, അക്രോസ് യൂറോപ്പ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ സ്വീഡനിലോട്ട് എങ്ങനെയാണ് കാർത്തിക് എത്തിയെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഒരു അപ്ലിക്കേഷൻ പ്രൊസീജിയർ ഇനീഷ്യൽ തൊട്ട് ഫസ്റ്റ് നമ്മുടെ സബ്ജക്ട് ഇതാണ്, നമ്മുടെ സബ്ജക്ട് ചൂസ് ചെയ്യുന്നു, അത് നമുക്ക് പറ്റിയ യൂണിവേഴ്സിറ്റി ഏതാ ചൂസ് ചെയ്തു, അത് പറ്റിയ കൺട്രി ഏതാണെന്ന് നമ്മൾ സോർട്ട് ചെയ്തു. ഓക്കെ, സ്വീഡൻ KTH യൂണിവേഴ്സിറ്റിയിലാണ് കാർത്തിക് പഠിക്കുന്നത് ഒക്കെ തീരുമാനിച്ചു. ഇനി ഫ്രം ഇനീഷ്യൽ സ്റ്റെപ്പ് എന്താണ് നെക്സ്റ്റ് പ്രൊസീജിയർ? ഓക്കെ, അപ്പം തുടങ്ങുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സ്വീഡനിൽ അക്രോസ് സ്വീഡൻ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഉള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ universityadmissions.se എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ആണ്, ഒരു വെബ്സൈറ്റ് ആണ്. ഞാൻ വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷനിലും മുകളിലും കൊടുക്കാം. ഓക്കെ, അപ്പോ നമ്മൾ ആ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ മൊത്തം 4 കോഴ്സസ് അക്രോസ് സ്വീഡൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എനിക്ക് 2 കോഴ്സ് KTHൽ ചൂസ് ചെയ്യാം, 2 കോഴ്സ് ചാൾമേഴ്സിൽ യൂസ് ചെയ്യാം. അപ്പോ അങ്ങനെയാണ് ഇവിടുത്തെ ഫോർമാറ്റ്. ബട്ട് 4 കോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഒറ്റ ആപ്ലിക്കേഷൻ ഫീ ഉള്ളൂ. അതൊരു വളരെ നല്ല അഡ്വാൻറ്റേജാണ്. കാരണം ഇപ്പൊ ഞാൻ ജർമ്മനിയിൽ അപ്ലൈ ആണെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിക്കും ഓരോ ആപ്ലിക്കേഷൻ ഫീ ആണ്. പക്ഷെ ഞാൻ സ്വീഡനിൽ അപ്ലൈ ചെയ്യുന്ന നേരത്ത് എനിക്കൊന്ന് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് 7,500 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. സോ ലൈക്ക് അറൌണ്ട് ദാറ്റ് റേഞ്ച് എനിക്ക് 4 കോഴ്സസ് ലൈക്ക് ബോത്ത് ഇൻ KTH ആൻഡ് ചാൾമേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റി. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ ഇഷ്ടപ്പെട്ട കോഴ്സ് സെലക്ട് ചെയ്ത് ആ universityadmissions.se ഇടണം. ഒരു പ്രയോറിറ്റി ഓർഡറിലും ഇടണം. പിന്നെ സെക്കൻഡ് കാര്യം എന്ന് പറഞ്ഞാൽ റിക്വയർമെന്റ്സ് എന്താണെന്നുള്ളത്. ബേസിക്കലി ഇവിടുത്തെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാസ്റ്റേഴ്സ് കോഴ്സ് എൻറ്റയർലി ഇംഗ്ലീഷിലാണ്. അപ്പം ഓഫ് കോഴ്സ് IELTS നിർബന്ധമാണ്. ആൻഡ് IELTS ലൈക്ക് ഐ തിങ്ക് അറൌണ്ട് 6 എന്നാണ് അവർ കട്ട് ഓഫ് പറയുന്നത്. അതൊക്കെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ, വലിയ സീനൊന്നും ഇല്ല. പിന്നെ വേറെ അഡ്മിഷൻ കോഴ്സ് എടുക്കാൻ ഒരു റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കോഴ്സിന് ഇപ്പം എന്റെ എയറോസ്പേസിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കൺട്രോൾ തിയറി എന്ന് പറഞ്ഞ സബ്ജക്ട് നമ്മൾ ബാച്ചിലേഴ്സ് ചെയ്തിരിക്കണം. ഇപ്പൊ എന്റെ കേസിൽ ഞാനിപ്പം
ബാച്ചിലേഴ്സ് ഐ ഡിഡ് മൈ ബാച്ചിലേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. സോ എന്റെ കോർ കോഴ്സ് അല്ല, ബട്ട് എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ കൺട്രോൾ തിയറി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ECTS എന്ന് പറഞ്ഞ ക്രെഡിറ്റ് സിസ്റ്റം ആണ്. ഇപ്പം മാത്തമാറ്റിക്സിൽ ഇത്ര ECTS വേണം, ഫിസിക്സിൽ ഇത്ര ECTS വേണം, അങ്ങനെ അവർ റിക്വയർമെന്റ് ചോദിക്കും. അത് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അതുകൂടാതെ ഈ എക്സ്ട്രാ ആയിട്ട് പ്രോഗ്രാമിംഗിൽ ഇത്ര ECTS വേണം. അത് എല്ലാ കോഴ്സും നമ്മൾ ആ പേജിൽ കയറി നോക്കിയാൽ അറിയത്തുള്ളൂ. അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് റിക്വയർമെന്റ്സ്. ഡോക്യുമെന്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ SOP, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് കാർത്തിക് പറയുന്നത് കേട്ടോ. അപ്പം SOP ആദ്യം വേണം. SOP എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എനിക്ക് ആ യൂണിവേഴ്സിറ്റി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് പല രീതിയിൽ എഴുതാം. അപ്പോൾ ഞാൻ പറയുക കുറച്ചൊരു പേഴ്സണൽ ലെവലിൽ എഴുതണം. ഇപ്പം ഞാൻ എഴുതിയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ട്രക്ചേഴ്സിലാണ് കൂടുതൽ പഠിച്ചതും പിന്നെ വർക്ക് ചെയ്തതും ഒരു സിമിലർ ഗ്രൗണ്ട്സിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ സ്ട്രക്ചേഴ്സിൽ ഇത്രയും നാൾ വർക്ക് ചെയ്തു. എനിക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എയറോസ്പേസ് ആപ്ലിക്കേഷൻസിലേക്ക് സ്ട്രക്ചേഴ്സ് പഠിക്കാനാണ് താല്പര്യം. കോമ്പോസിറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു പേഴ്സണൽ ആയിട്ട് എന്നിട്ട് ഞാൻ ഒരു പ്രൊഫസറിനെ പറ്റി വായിച്ചു ഞങ്ങളുടെ കോളേജിലുള്ള. എന്നിട്ട് പുള്ളിയെ പറ്റി എഴുതി. പുള്ളിയുടെ റിസർച്ച് ഈ ഏരിയ ആണ്, സിമിലർ ലൈൻസ് ആണ്, എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഏരിയ ആണ്. സോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ SOP എഴുതി. പിന്നെ സെക്കൻഡ് വേണ്ടത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. അത് നമ്മുടെ ബാച്ചിലേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ചെയ്ത യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും പ്രൊഫസറിന്റെ ഏതെങ്കിലും 2 പ്രൊഫസേഴ്സിന്റെ LOR വേണം. അപ്പോൾ അതും റിക്വയർമെന്റ് ആണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഈ ഡോക്യുമെന്റ്സ് ബാക്കിയൊക്കെ റെഡിയാക്കി IELTS ഒക്കെ എഴുതി. എന്നിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ അതിനകത്ത് ഒറ്റ സ്ഥലമേ ഉള്ളൂ. യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ അവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഒറ്റ സ്ഥലമുണ്ട്. അവിടെ നെയിം നമ്മൾ അതേപോലെ ഇട്ടിട്ട് SOP KTH എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുക, ചാൾമേഴ്സ് മെക്കാനിക്സ് SOP എന്ന് പറഞ്ഞ് ആഡ് ചെയ്യുക, അങ്ങനെ എല്ലാം ആഡ് ചെയ്യുക, സെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ റിസൾട്ട് വരാൻ വേണ്ടി ഒരു മാർച്ച് മിഡ് ആവും. നമ്മൾ ഇത്രയും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തതിനു ശേഷം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു കാര്യമാണ് എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. ബാക്കി ഞാൻ 1-2 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്തിരുന്നു. അപ്പം ആപ്ലിക്കേഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇവിടുത്തത് ഭയങ്കര എളുപ്പമായിട്ട് എനിക്ക് തോന്നി. കാരണം ഒറ്റ പോർട്ടലേ ഉള്ളൂ ആൻഡ് ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പ്രത്യേകിച്ച് കൺഫ്യൂഷൻസിന്റെ ഒരു ആവശ്യമില്ല. എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സാധനം അപ്ലോഡ് ചെയ്യും, ഈ സാധനം അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഓർഗനൈസ്ഡ് ആണ്. എനിക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പേഴ്സണലി തോന്നിയത് ഇവിടുത്തെ അഡ്മിഷൻസിന്റെ പ്രൊസീജിയർ ആയിരുന്നു. ഓക്കെ, അപ്പം അതെ, അപ്പം ഞാൻ അപ്ലൈ ഇന്ത്യൻ മണിയിൽ പറയാം. ഞാൻ അപ്ലൈ ചെയ്യാൻ നേരത്ത് സെമസ്റ്റർ ഫീസ് ഒരു സെമസ്റ്ററിന് ഓൾമോസ്റ്റ് 7 lakhs ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു. കാൽക്കുലേറ്റ് ചെയ്തപ്പോ ഒരു 27 അടുത്ത് വരുന്ന രീതിയിലാണ് ടോട്ടൽ എന്റെ 2 yearsലെ ട്യൂഷൻ ഫീ മാത്രം വരുന്നത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്റെ റെന്റ്, ഗ്രോസറി പർച്ചേസിങ്, സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതിന് ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ ഏകദേശം ആവുന്നത് ഓൾമോസ്റ്റ് ഒരു 50,000 ഇന്ത്യൻ റുപ്പീസ് വെച്ച് മന്ത്ലി ആവും, റെന്റും ഗ്രോസറീസും കൂടെ കൂട്ടി. അപ്പോ ഐ ഡോണ്ട് നോ ലൈക്ക് 12 മാസം ഇപ്പം 6 ലക്ഷം പിന്നെ 12 ലക്ഷം. അപ്പൊ സോ എന്റെ ഒരു എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറയാ 40-45 lakhs ആവും എന്തായാലും, ലൈക്ക് ഇൻക്ലൂഡിംഗ് ലിവിംഗ് എക്സ്പെൻസ്. പിന്നെ മെയിൻ സംഭവം വിസയാണ്. വിസ ആപ്ലിക്കേഷൻസ് എനിക്ക് വലിയ പാടായിട്ട് തോന്നിയില്ല. അതും അവര് ലൈക്ക് എല്ലാ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ ഒരു ലൈക്ക് ലെക്ചർ പോലെ കാണും, ഓൺലൈൻ ലെക്ചർ. ലൈക്ക് ദെൽ ബി എക്സ്പ്ലെയിനിങ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം അവർ അയച്ചു തരും. ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അപ്പം മേജർ റിക്വയർമെന്റ് എല്ലാ വിസ പോലെയും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന പീരീഡിലെ ലിവിംഗ് എക്സ്പെൻസ് നമ്മൾ കാണിക്കണം. ഓക്കെ, അതും FD-യിൽ കാണിക്കാൻ പറ്റൂല. നിങ്ങളുടെ ഉള്ളൊരു സേവിങ്സ് അക്കൗണ്ടിൽ കാണിച്ചിട്ട് അതിനൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അതിന്റെ അത് കോപ്പി അയക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഒരു മേജർ റിക്വയർമെന്റ് അതേ ഉള്ളൂ. ആൻഡ് ആ ഒരു എമൗണ്ട് അക്രോസ് ഇയേഴ്സ് ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ ഓൾമോസ്റ്റ് 20 lakhs ആണെന്ന് അവർ പറഞ്ഞത്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഞാൻ എന്റെ പേരിലുള്ള സേവിങ്സ് അക്കൗണ്ടിൽ കാണിച്ചു, അതിന്റെ ഒരു കോപ്പി എടുത്തു. എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് 1-2 ഡോക്യുമെന്റ്സ് ഉണ്ട്, അത് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ ബയോമെട്രിക്സ് ഉണ്ട്, നമ്മുടെ ഫിംഗർ പ്രിന്റ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി. അതിന് പക്ഷെ ഡൽഹിയിൽ പോകേണ്ടി വന്നു.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാർത്തിക് ഈ പ്രൊസീജിയർ ഒക്കെ സ്വന്തമായിട്ടാണോ ചെയ്തത് അല്ല ഒരു ഏജൻസി വഴിയാണോ ചെയ്തത് ഈ ഒരു സ്റ്റുഡന്റ് കാര്യങ്ങളൊക്കെ? ഓക്കെ, അപ്പം ഞാന് കോഴ്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഏജൻസി എടുത്തിരുന്നു. പക്ഷേ പേര് പറയാൻ പറയില്ല. പക്ഷേ എനിക്ക് അത്ര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയില്ല. ബിക്കോസ് അവര് കൂടുതലും നമ്മുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ബട്ട് ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ളതൊന്നും എനിക്ക് ഇൻപുട്സ് ഒന്നും പറയുന്നത് കിട്ടിയില്ല. കൂടുതലും പണിയെടുത്തത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ആൾക്കാരോട് കണക്ട് ചെയ്തതും ഞാൻ തന്നെയാണ് ആൾക്കാരുമായിട്ട് സംസാരിച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്തത്. പിന്നെ വിസ പ്രോസസ്സിൽ അവരുടെ ഇന്റർവെൻഷനേ ഇല്ലായിരുന്നു. ടോട്ടലി നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ. ചിലർക്ക് ചിലപ്പോൾ പേടിയാവും, ഓക്കെ ഒരു ഇന്റർനാഷണൽ ട്രാവൽ ആണ്, ഭയങ്കര പ്രശ്നമായിരിക്കുന്നൊക്കെ. പക്ഷെ അതിന്റെ ഒന്നും ഒരു ടെൻഷന്റെ ഒരു ആവശ്യമില്ല, തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഓക്കെ, അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡിങ് ഓൺ ദ യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം KTHന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവർ അക്കോമഡേഷൻ ഗ്യാരണ്ടി ചെയ്തിരിക്കും. ഫീ പേയിങ് ആണെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ ഗ്യാരണ്ടീഡ് ആണ്. ലൈക് ഇറ്റ്സ് നോട്ട് ദാറ്റ് നമ്മൾ റെന്റ് പേ ചെയ്യേണ്ടെന്നല്ല, നമ്മൾ റെന്റ് പേ ചെയ്യണം. പക്ഷെ നമുക്ക് റൂം അവർ എടുത്തു വെച്ചിട്ടുണ്ട്, അലയണ്ടെന്നുള്ള. എക്സാക്ട്ലി. അപ്പം അതൊരു ഭയങ്കര നല്ല കാര്യമായിരുന്നു. കാരണം 1-2 പേർക്ക് ഞാൻ കേട്ട ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ നാട്ടിലായിരിക്കും നമുക്ക് അറിയാത്തൊരു കൺട്രി, നമ്മൾ അവിടെ വിളിച്ചിട്ട് ഇപ്പം റാൻഡോ ആയിട്ട് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ വിളിച്ചിട്ട് ഓക്കെ റൂം ഉണ്ടോ, അവർ റൂം ഉണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾ പൈസ അയക്കാൻ പറയും, നിങ്ങൾ പൈസ വെച്ചു, പിന്നെ വിളിക്കുമ്പോൾ കോൺടാക്ട് ഒന്നുമില്ല. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ആ ഒരു ടെൻഷൻ ഇപ്പൊ എന്റെ കേസിൽ വന്നില്ല. ബിക്കോസ് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആണ് എനിക്ക് റൂം വന്നത്. അപ്പോ അതിന് കഴിഞ്ഞിട്ടൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ SSSB എന്ന് പറഞ്ഞ SSSB എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഒരു ആൾക്കാരുണ്ട്, അവരാണെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡന്റ് ബോർഡാണ്. അവര് ചീപ്പ് റേറ്റില് നമുക്ക് സ്റ്റുഡൻസിന് അപ്പാർട്ട്മെന്റ്സ് തരുന്ന ഒരു ടീമാണ്. കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇവിടെ സ്വീഡനിൽ വന്നിട്ട് ഓക്കെ ആണോ? സ്റ്റുഡൻസ് ആസ് എ സ്റ്റുഡൻസ് ആസ്പെക്ട് സർവൈവൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി വർക്കായിട്ട് വരുന്ന ആൾക്കാരെക്കാളും കൂടുതൽ സ്റ്റുഡൻസിന് സർവൈവൽ കുറച്ച് അധികമായിട്ട് വരും. അതിപ്പോ ഏത് കൺട്രിയിലും സ്റ്റോക്ക്ഹോമില് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടാണ് ഞാൻ ജനറലി കണ്ടത്. എസ്പെഷ്യലി ലൈക് ഫുഡ്, ഗ്രോസറി സ്റ്റഫ്, അതിനൊക്കെ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിനൊക്കെ പ്രൈസ് കൂടുതലാണ്. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ റെന്റ് എന്നുള്ളൊരു ഫാക്ടർ വരുമ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റുഡൻസ് ബോർഡ്, അവര് വഴി അക്കോമഡേഷൻ കിട്ടുന്നുണ്ട്. റെന്റ് എനിക്ക് തോന്നിയത് ബാക്കി അയർലൻഡ്, ജർമ്മനി അവിടെയൊക്കെ വെച്ചിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഒരു അപ്രോക്സിമേറ്റ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഓൾമോസ്റ്റ് ഈക്വൽ അല്ലെങ്കിൽ കുറച്ച് താഴെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ലൈക് പിന്നെ ബാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എക്സ്പെൻസസ് ഓൾമോസ്റ്റ് വരുന്നത് എനിക്ക് വരുന്നത് ഒരു 50,000 ഇന്ത്യൻ റുപ്പീസിനടുത്താണ് വരുന്നത്. അത് പല ഫാക്ടേഴ്സ്, നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കുന്നു, എത്ര നേരം പുറത്തുനിന്ന് കഴിക്കുന്നു, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ കൂടുതലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യാറാണ് പതിവ്. ഞാനും കുറച്ച് ഫ്രണ്ട്സോട് ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു ബൾക്ക് കുക്കിംഗ് കൂടെ ആയതുകൊണ്ട് ലൈക് വേസ്റ്റേജ് ഒന്നും വരുന്നില്ല. സോ എനിക്ക് കുറച്ചുകൂടെ പൈസ അമൗണ്ട് വൈസ് കുറച്ച് കുറവേ വരത്തുള്ളൂ. ജോബിന്റെ പെർസ്പെക്ടീവ്. അപ്പം ജോബ് കിട്ടാൻ എളുപ്പമാണ്. ഓക്കെ, അതും ഞാൻ സ്റ്റാർട്ടിങ് ആദ്യം പാർട്ട് ടൈം തൊട്ട് തുടങ്ങാം. അപ്പം സ്റ്റുഡന്റ് ആയിട്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ജോബ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ലൈക് സ്വീഡനില് ഒരു നല്ല ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാസ്റ്റേഴ്സ് ഫസ്റ്റ് ജോബ് കിട്ടാൻ കുറച്ച് എളുപ്പമാണ്, ഇംഗ്ലീഷ് മതിയാകും എന്ന്. ലൈക് ആ ഒരു ഫാക്ടർ ഉണ്ട്. നോട്ട് ചെയ്യാം, മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഫസ്റ്റ് ജോബ് കിട്ടാനാണ് പറഞ്ഞത്. അതെ അതെ അതെ, അല്ലാതെ ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്, അതാണ് അടുത്തത് പറയുന്നത്. അപ്പോ ഈ പാർട്ട് ടൈമിന്റെ പെർസ്പെക്ടീവിലേക്ക് വരുമ്പോ ഞാനിപ്പോ പാർട്ട് ടൈം കുറെ അടുത്ത് അപ്ലൈ ചെയ്തു. പക്ഷെ എല്ലായിടത്തും സ്വീഡിഷ് ആവശ്യമാണ്. അത് ലൈക്ക് ഇറ്റ്സ് വിയർഡ്. ഞാനപ്പോ വിചാരിക്കും ഇതെന്താണ് ജോലി കിട്ടാത്ര പാടുന്നതല്ലോ, പക്ഷെ പാർട്ട് ടൈം കിട്ടാത്രയും പാടാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ലൈക്ക് ഗോതൻബർഗ് പോലുള്ള സ്ഥലങ്ങൾ അറിയില്ല എങ്ങനെയാന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഫോർ സ്റ്റോക്ക്ഹോം ഇവിടുത്തെ മേജർ പാർട്ട് ടൈം എന്ന് പറഞ്ഞാല് ഡെലിവറീസ് ആണ്. എന്റെ ഫ്രണ്ട്സ് പാർട്ട് ടൈമിന് പോകുന്നവരെല്ലാം ഡെലിവറീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ ലൈക്ക് നല്ല എമൗണ്ട് കിട്ടും. ഓൾമോസ്റ്റ് 150 SEK per hour ആണ് കിട്ടുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഐ ഡോണ്ട് നോ ലൈക്ക് 1200 ഇന്ത്യൻ റുപ്പീസ് പെർ അവർ. സോ അത് വെച്ചിട്ട് വേണമെങ്കിൽ നമ്മുടെ എക്സ്പെൻസസ് നമുക്ക് കവർ ചെയ്യാം. ബട്ട് സി ലൈക്ക് അക്കാഡമിക്സ് നല്ല ഇന്റൻസീവ് ആണ്. KTHല് നല്ല ഇന്റൻസീവ് ആണ്. അപ്പോ മേ ബി വീക്ക്ലി ഒരു 10 അല്ലെങ്കിൽ 15 hours ഒക്കെ കൂടുതൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
ബട്ട് അത് വെച്ച് എക്സ്പെൻസസ് ബാലൻസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. സോ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഇല്ലാത്ത ആൾക്കാരുണ്ട്, എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര്. പിന്നെ രണ്ടാമത്തെ പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ചില ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും പക്ഷെ ലൈക് നമ്മുടെ ലക്ക് പോലെ ഇരിക്കും, വരുമ്പോ തന്നെ അപ്ലൈ ചെയ്ത് കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ. അപ്പോ നിങ്ങൾക്ക് നമ്മൾ ഒരുവിധം എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് പാർട്ട് ടൈം ജോബ് എങ്ങനെ സ്വീഡനിലോട്ട് വരാം, എന്തുകൊണ്ട് സ്വീഡൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ എന്തായാലും പറയാം. ഞാൻ എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞാൻ കമന്റ് വഴിയാണെങ്കിലും മറുപടി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പിന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ബൈ ബൈ.